ഫോട്ടോഷോപ്പ് എങ്ങനെ വളരെ സിമ്പിളായിട്ട്, അതായത് ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്കും വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഫോട്ടോഷോപ്പ് പഠിച്ചെടുക്കുക എന്നുള്ള വീഡിയോസുകളാണ് ഈ എപ്പിസോഡും വരും എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസിൽ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപ്രകാരം കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് വെർഷൻ ഫോട്ടോഷോപ്പ് CC 2018 ആണ്. അതുപോലെ ലോവർ വെർഷൻസും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഫോട്ടോഷോപ്പ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ പുരോഗതിക്കനുസരിച്ച് ഫോട്ടോഷോപ്പ് ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോഷോപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ 2 ഓപ്ഷൻസ് കാണാവുന്നതാണ്, ക്രിയേറ്റ് ന്യൂ ആൻഡ് ഓപ്പൺ. ഇവിടെ ഓപ്പൺ കൊടുത്ത് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യും. ഇപ്പോഴാ ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതോടൊപ്പം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് ലെയറാണ്, ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ബാക്കപ്പിന് വേണ്ടി അങ്ങനെ തന്നെ നിലനിർത്തി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിലായിരിക്കണം നമ്മൾ എഡിറ്റ് വർക്കുകൾ ആരംഭിക്കേണ്ടത്. അതിനുവേണ്ടി കീബോർഡിൽ Ctrl+J അമർത്തി കൊടുക്കുക. ഇപ്പോഴിവിടെ ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഇമേജിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി മുകളിൽ ഇമേജ് മെനുവിൽ പോകുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരിക, ഇവിടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ്, ഇതിലാവശ്യമായ അളവിൽ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അടുത്തത് ഈ ഇമേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ കളർ ബാലൻസ്, അതായത് റെഡ് കളറ് നല്ല രീതിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ബാലൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കളേഴ്സുകളെല്ലാം സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇമേജിൽ വീണ്ടും പോകുന്നു, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നു, ഇവിടെ കളർ ബാലൻസ്. ഇവിടെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ സിയാൻ, മെജന്ത, യെല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ പാറ്റേൺ എപ്പോഴും നിങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക. അതായത് സിയാൻ, മെജന്ത, യെല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് കളേഴ്സാണ് റെഡ്, ഗ്രീന്, ബ്ലൂ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഷാഡോസ്, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ്. ഹൈലൈറ്റ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതേപോലെ ഷാഡോസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാർക്കായിട്ടുള്ള ഏരിയാസ്, മിഡ് ടോൺസ് ഇത് രണ്ടിൻ്റെയും 50% മിഡിലായിട്ടുള്ള ഏരിയാസ്. ഞാനിവിടെ ഹൈലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം റെഡ് കളർ കുറച്ച് കൊടുക്കുന്നു. മറ്റുള്ള കളറുകളും നമ്മൾക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഷാഡോസ് സെലക്ട് ചെയ്യുന്നു, അവിടെയും റെഡ് കളർ കുറയ്ക്കുന്നു, മറ്റുള്ളതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ മിഡ് ടോൺസും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ലെയേഴ്സിൻ്റെയും സൈഡിലായിട്ട് ഓരോ ഐക്കോൺ കാണാവുന്നതാണ്. ഈ ഐക്കോണാണ് ആ ലെയർ ഹൈഡ് ചെയ്യാനും വിസിബിൾ ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ലെയർ ഹൈഡായിട്ടുണ്ട്, അതായത് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഏറ്റവും മുകളിലുള്ള ലെയർ ആയിരിക്കും നമ്മൾക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുക. അതുകൊണ്ട് ആ ലെയർ ഹൈഡ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ ആയിരിക്കും നമ്മൾ ഫോട്ടോഷോപ്പ് കാണിക്കുന്നത്. അതായത് ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, അതായത് ഒറിജിനൽ ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ളത്, ഇത് നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ളത്. അതായത് ഇത് ബിഫോർ ഫോട്ടോ, ഇത് ആഫ്റ്റർ ഫോട്ടോ. അടുത്ത് നമുക്ക് ഈ ഇമേജ് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഫയലിൽ പോകുക, ഇവിടെ സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്. എല്ലാ സോഫ്റ്റ്വെയറുകളിലും കാണുന്ന പോലെ തന്നെ സേവ്, സേവാസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സേവാസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇവിടെ ഡിഫാൾട്ടായിട്ട് വരുന്നത് PSD ഫോർമാറ്റാണ്. അതായത് നിങ്ങൾക്ക് ഈ ഇമേജിൽ എന്തെങ്കിലും എഡിറ്റ് വർക്കുകൾ പിന്നീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ PSD ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുക, അതായത് ഫോട്ടോഷോപ്പ് ഫോർമാറ്റ്. അതല്ല നമ്മുടെ എഡിറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞുവെങ്കിൽ JPG ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. JPG ഫോർമാറ്റാണ് കോമൺ ആയിട്ട് വരുന്ന ഫോർമാറ്റ്. അതായത് എല്ലാ വെബ്സൈറ്റുകളും എല്ലാ ഡിവൈസുകളും സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് JPG ഫോർമാറ്റ്. അതിനുശേഷം സേവ് കൊടുക്കുക. ഫോട്ടോഷോപ്പ് ഇവിടെ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് ഈ ഇമേജ് സേവ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ലോ, മീഡിയം, ഹൈ, മാക്സിമം ക്വാളിറ്റികൾ കാണാവുന്നതാണ്. ഈ ഓരോ ക്വാളിറ്റികൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫയലിൻ്റെ സൈസ്, അതായത് മെമ്മറി സൈസ് കൂടി ചേഞ്ച് ആകുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ മാക്സിമം തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഫോട്ടോയുടെ സൈസ് കുറയ്ക്കണമെങ്കിൽ അതിനാവശ്യമായ അളവിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ മാക്സിമം തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ആ ഇമേജ് നമ്മൾ കൊടുത്ത ലൊക്കേഷനിൽ സേവ് ആയിട്ടുണ്ട്. ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഞാൻ ക്യാൻസൽ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോഷോപ്പ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനു മുമ്പായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകണമെങ്കിൽ, അതായത് അൺഡു അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് Ctrl+Z കീബോർഡിൽ അടിച്ചു കൊടുത്താൽ മതി. അത് അൺഡു ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു മെനു കാണാവുന്നതാണ്, അതായത് ഹിസ്റ്ററി ഓപ്ഷൻ. ഹിസ്റ്ററി ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും, അതായത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തു, ലെയർ കോപ്പി ചെയ്തു, പിന്നെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തു, പിന്നെ നമ്മളെന്ത് ചെയ്തു, കളർ ബാലൻസ്, അതിനുശേഷം സേവും ചെയ്തു. ഇത് ഓരോ സ്റ്റെപ്സും ഹിസ്റ്ററിയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഏറ്റവും ആദ്യമുള്ള സ്റ്റെപ്പിൽ പോകണമെങ്കിൽ ക്ലിക്ക് ചെയ്തു നോക്കുക. ഇവിടെ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് അതേ കണ്ടീഷനിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് പുറകോട്ടും മുമ്പോട്ടും എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നത് ആണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് വളരെ സിമ്പിളല്ലേ? അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞതുപോലെ, നിങ്ങൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ മെനുകളൊക്കെ ഹിഡനായി പോവുക, ഏതെങ്കിലും ചേഞ്ചസ് വരിക, ഇതേപോലെയല്ല ലേഔട്ട് കാണുന്നതെങ്കിൽ ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒഴിവാക്കുക. അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ എല്ലാം പിടിച്ച് ക്ലോസ് ചെയ്ത് പിന്നീട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നത്. ചില കേസുകളിൽ ഫോട്ടോഷോപ്പ് അങ്ങനെ റീ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പഴയ രീതിയിലോട്ട് വരണമെന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ വിൻഡോ മെനുവിൽ പോവുക, ഏറ്റവും മുകളിൽ വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക. ഇവിടെ എസെൻഷ്യലാണ് ഡിഫാൾട്ടായിട്ട് സെലക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് റീസെറ്റ് എസെൻഷ്യൽ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫോട്ടോഷോപ്പ് ടോട്ടലായിട്ട് റീസെറ്റ് ആകുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ, ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടലായിട്ട് ഇത് റീസെറ്റ് ആകുന്നത് ആയിരിക്കും.